89.6 FM Sargakshetra SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അറിയാനായിട്ട് പോകുന്നത്, കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ആക്ച്വലി ഞാനിത് എന്താണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ, ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗൈനക് ഓങ്കോളജി എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ എക്സ്പേർട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. ആൻഡ് മാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ആണ് അല്ലേ മാം? വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ഡോക്ടർ അനു എൻ ജോസഫ്. ഓക്കെ മാം, അപ്പം നമ്മൾ ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്, കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം ആദ്യമേ തന്നെ എന്താണ് ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈനക്കോളജിക് ഓങ്കോളജി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. അതായത് നമുക്ക് സ്ത്രീകളിലെ പ്രത്യുൽപാദന അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് രൂപാന്തരപ്പെട്ട് വന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. അത് ഏകദേശം എനിക്കൊന്ന് ഇന്ത്യയിൽ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നമുക്ക് മൊത്തം ലോകത്തിൽ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ വികസിത രാജ്യങ്ങളിൽ ഗൈനക് ഓങ്കോളജി വളരെ അധികം ഡെവലപ്ഡ് ആണ് പണ്ട് തൊട്ട്. അപ്പം ബേസിക്കലി നമുക്ക് ഈ ഗൈനക് ഓങ്കോളജിക്കൽ ക്യാൻസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ കോംപ്രിഹെൻസീവായിട്ട്, അതായത് അവർക്ക് സർജറി വരും, റേഡിയേഷൻ വരും, കീമോതെറാപ്പി വരും, അങ്ങനെ പല വിധത്തിലുള്ള ഈ ചികിത്സകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഗൈനക് ഓങ്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഗൈനക്കോളജിക് ഓങ്കോളജി എന്ന് നമ്മൾ കേട്ടു. അപ്പം ഇതിനോടനുബന്ധിച്ച് എന്താണ് ഇതിനൊരു ആവശ്യകത, എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനുള്ള ഒരു പ്രിക്കോഷൻസ് എന്താണ്, എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇനി പാട്ടുകൾക്ക് ശേഷം അത് ഓരോന്നായിട്ട് അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് SK ജംഗ്ഷൻ. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തവണ അറിയുന്നത്, കേൾക്കുന്നത് ഗൈനക്കോളജിക് ഓങ്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഈ ഒരു ബ്രാഞ്ചിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ഗൈനക്കോളജിക് ഓങ്കോളജി എന്ന് കേട്ടു. ഇനി അറിയേണ്ടത് ഈ ഒരു ബ്രാഞ്ചിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിൻ്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഈ ഒരു ബ്രാഞ്ച് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. ഇത് പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. മാം, എന്താണ് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്? നമുക്ക് അറിയാം, നേരത്തെ നമ്മൾ ഒരു 5 വർഷം 10 വർഷം മുമ്പ് വരെ ജനറൽ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു നമ്മൾ ഗൈനക് ഓങ്കോളജി സർജറി ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് അവർക്ക്, അതായത് അവരുടെ ഒരു ജോലിഭാരം നമുക്കറിയാം, ഓപ്സ്, അവർക്ക് പ്രസവാനന്തര ശുശ്രൂഷകൾ, ബാക്കി ഗൈനക്കോളജി, ഇതിനെല്ലാം കൂടെ ചേർന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗൈനക് ഓങ്കോളജി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ചികിത്സ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാസ്റ്റ് കുറച്ച് നാൾ കൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ടാണ് ഗൈനക് ഓങ്കോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ആ രീതിയിലുള്ള കെയർ നന്നായിട്ട് കിട്ടുന്നു. പിന്നെ ഓരോ വിഭാഗത്തിലും, ക്യാൻസർ വിഭാഗത്തിലും ചികിത്സകൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഒരു 2-3 വർഷം കൂടുമ്പോൾ അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ സബ്ജക്റ്റിനും അതിനനുസരിച്ചുള്ള റിസർച്ചുകളും അതുപോലെ തന്നെയുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും സർജറിയിൽ വരുന്ന വ്യത്യാസങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം വരുന്ന പേഷ്യൻറ്റിന് ആ കറൻറ്റ് അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഗൈനക് ഓങ്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഗൈനക് ഓങ്കോളജി ക്യാൻസേഴ്സ് വരുന്നത് വ്യത്യസ്തങ്ങളായ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ ചില ആളുകൾ നമുക്കറിയാം യങ് പേഷ്യൻസിൽ വരുന്നുണ്ട്, ചെറിയ കുട്ടികളിലെ സ്ത്രീ വരുന്നുണ്ട്, പിന്നെ ഫാമിലി കംപ്ലീറ്റ് ആക്കാൻ ആ ഒരു പ്രായത്തിൽ വരുന്നുണ്ട്.
അപ്പം നമുക്ക് അവരുടെ ആയിട്ടുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള യൂട്രസും ഓവറിയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതല കൂടിയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ട്രീറ്റ്മെൻറ്റുകളും ഗൈനക് ഓങ്കോളജിയുടെ കൂടെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒന്നാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒരുപാട് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ബാക്കി മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, അതുപോലെ ബാക്കി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ഇമ്മ്യൂണോതെറപ്പി, ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോവുക. പിന്നെ പേഷ്യൻറ്റിന് പറഞ്ഞ പോലെ ഇമോഷണൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഓർഗൻ സ്പെസിഫിക് ആയിട്ട് ഈ ഓങ്കോളജി സെപ്പറേറ്റഡ് ആവാൻ കാരണം. അപ്പം നമ്മൾ ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് വരാനായിട്ടുള്ള കാരണം എന്ന് നമ്മൾ കിട്ടും. ആൻഡ് അറിയേണ്ട എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു രോഗം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ആളുകളിൽ ഉണ്ടായത്? എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഗൈനക് ഓങ്കോളജി പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് യൂട്രസിൽ വരുന്ന അർബുദം, അതുപോലെ തന്നെ അണ്ഡാശയ ക്യാൻസർ, പിന്നെ യോനിയിൽ വരുന്ന ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസർ എന്നിവയൊക്കെയാണ്. അപ്പം ഇതിന് കാരണങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നും വ്യത്യാസമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ വജൈനൽ ക്യാൻസർ, യോനിമുഖ ക്യാൻസർ, അതുപോലെ ഗർഭാശയ മുഖ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും HPV എന്ന് പറയുന്ന ഒരു വൈറസ് മുഖാന്തരമാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ യൂട്രൈൻ ക്യാൻസറിന് കാരണങ്ങൾ വേറെയാണ്. ഒന്നത് നമുക്ക് വരുന്ന ഒബീസിറ്റി, വണ്ണം കൂടുതലുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ഹോർമോൺ കൂടുതൽ സെക്രേറ്റ്, PCOD ഉള്ളവർക്ക് യൂട്രൈൻ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വേറെ പലതാണ്. അതുപോലെ തന്നെ അണ്ഡാശയ ക്യാൻസർ വരാനുള്ള കാരണങ്ങളും മറ്റു പലതാണ്. അതായത് നമുക്ക് പറഞ്ഞ പോലെ കുട്ടികൾ ഇപ്പം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റഡ് ആൾക്കാർ, കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഗൈനക് ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. പിന്നെ ഏകദേശം ഒരു 10% ആളുകളിൽ ജനറ്റിക്കായിട്ട് ഈ അണ്ഡാശയ ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും ഒക്കെ വരുന്ന സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഇത് ആളുകളിലേക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗൈനക് ഓങ്കോളജി എങ്ങനെ ആളുകളിലേക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടു. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്കൊന്നിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഓക്കെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞു, അപ്പം ഇതിന് എന്താണ് പ്രതിവിധി എന്നുള്ളതാണ് അടുത്തത് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, എന്താണ് ഇതിനുള്ള പ്രിക്കോഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈനക് ഓങ്കോളജിയെ കുറിച്ചാണ്. ഇതിന് കീഴിൽ വരുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് എന്തൊക്കെയാണ് ഗൈനക് ഓങ്കോളജിക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ തുടങ്ങിയവയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അനുവൻ ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. നമ്മൾ ഈ ഗൈനക് ഓങ്കോളജിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാവരും അന്വേഷിക്കുന്നത് ഇതിൻ്റെ പ്രതിവിധിയാണ് അല്ലെങ്കിൽ പ്രിക്കോഷനാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനുള്ള മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കുള്ളത്? പ്രധാനമായിട്ടും ക്യാൻസേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഇത് വരാതിരിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ ഗൈനക്കോളജിക്കൽ ക്യാൻസറിൽ വരുന്ന സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയമുഖ ക്യാൻസറാണ്. ഗർഭാശയമുഖ ക്യാൻസറും അതുപോലെ തന്നെ യോനിമുഖ ക്യാൻസർ, വൾവൽ ക്യാൻസർ, ഇതെല്ലാം ഒരു 90% HPV അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന സെക്ഷുവലി നമ്മൾ അക്വയർ ചെയ്യുന്ന വൈറസ് മുഖാന്തരമാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കൊരു സെക്ഷുവലി ആക്റ്റീവായ സ്ത്രീകളിൽ ഒരു 100 പേരെടുക്കുവാണെങ്കിൽ ഒരു 40% ആളുകളിലും ഇത് പോസിറ്റീവായിട്ട് വരും. അതൊരു ഫസ്റ്റ് 1 to 2 years ഓഫ് മാരേജ് കഴിയുമ്പോഴത്തേനും. പക്ഷേ ഇത് നോർമലി ഒരു 80% തന്നെ ക്ലിയറായി പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ വെച്ചിട്ട്. പക്ഷേ ചെറിയ ശതമാനം ആളുകളിൽ ഇത് പെർസിസ്റ്റ് ചെയ്യും, HPV വൈറസ് പെർസിസ്റ്റ് ചെയ്യും. ഒരു 10-15 വർഷത്തോളം ഇത് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ, അതായത് ക്യാൻസറിന് മുമ്പുള്ള ഒരവസ്ഥയിലോട്ട് കടന്നു പോയി അതിനും ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ക്യാൻസറിലോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിന് എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നമുക്ക് ഈ വാക്സിൻ HPV വാക്സിൻ ഉണ്ട്.
അതുകൊണ്ട് നമുക്ക് ഈ HPV ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ പറ്റും. പിന്നെ രണ്ട് നമ്മൾ പറഞ്ഞു, ഇത് ഒരു 10 ഇയേഴ്സ് അല്ലെ 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ക്യാൻസറിലോട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാപ്പുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ പ്രീ ക്യാൻസറസ് സ്റ്റേജിൽ തന്നെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എഫക്റ്റീവ് സ്ക്രീനിങ് മെത്തേഡുകളുണ്ട്. അതായത് നമുക്ക് പാപ്സ്മിയർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു നോൺ ഇൻവേസീവ്, അതായത് പെയിനൊന്നുമില്ലാത്ത ഒരു ഇൻവേസീവ് ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് മുഖാന്തരം നമുക്കൊരു 90% പ്രീ ക്യാൻസർ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയും അത് അവിടെ വെച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു 90% സെർവൈക്കൽ ക്യാൻസറും പ്രിവെൻറ്റബിൾ ആണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ മാർഗം ബാക്കിയുള്ള ക്യാൻസേഴ്സാണ്. അതായത് യൂട്രൈൻ ക്യാൻസർ. നമ്മൾ പറഞ്ഞു യൂട്രൈൻ ക്യാൻസറിൻ്റെ പ്രിവെൻഷൻ എപ്പോഴും നമ്മൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്ത് അത് റിസ്ക് കുറയ്ക്കാന്നുള്ളതാണ്. ഇപ്പോൾ യൂട്രൈൻ ക്യാൻസറിൻ്റെ മെയിൻ റിസ്ക് എന്താണ്? ലൈക്ക് ഒബീസിറ്റി. നമുക്ക് ഈസ്ട്രജൻ ഡിപ്പെൻഡൻ്റ് ക്യാൻസറാണിത്. നമുക്ക് കൂടുതൽ ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടാകുമ്പോഴാണിത് കൂടുതൽ എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇപ്പം PCOD ഉള്ളവർ അതിന് ചികിത്സ തേടുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒബീസിറ്റി ഉള്ളവർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡെയിലി എക്സർസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ എൻഡോമെട്രിയൽ ക്യാൻസർ കുറയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ കോസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു മൾട്ടി ഫാക്ടോറിയലാണ്. നമുക്ക് ഇന്നൊരു ഫാക്ടർ ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഒവേറിയൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചില റിസ്ക് ഫാക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഒബീസിറ്റി ആവാം. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് കുറച്ച് സാധ്യത കൂടുതലാണ്. അപ്പം ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ആയിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെഗുലറായിട്ട് സ്ക്രീൻ ചെയ്യുക, വാക്സിനേഷൻ എടുക്കുക. അതുപോലെ തന്നെ ഈ നമുക്കറിയാവുന്ന നോൺ റിസ്ക് ഫാക്ടേഴ്സൊക്കെ കുറയ്ക്കുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡയറ്റിൽ ചേഞ്ച് വരുത്തുക, എക്സർസൈസ് ചെയ്യുക എന്നിവയൊക്കെയാണ്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇപ്പം മാം പറഞ്ഞ പോലെ റെഗുലറായിട്ട് നമ്മൾ സ്ക്രീനിങ് നടത്തുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അവർക്കൊരു സംശയം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഡോക്ടർ പറയുമ്പോഴാണല്ലോ നമുക്കൊരു വിശ്വാസം വരുന്നത് എന്നുള്ളൊരു അവർക്കൊരു ഉറപ്പ് ഡോക്ടറിൻ്റെ വാക്കുകളാണ്. സോ എപ്പോഴൊക്കെയാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പം അതെങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് പാട്ടുകൾക്ക് ശേഷം അറിയാം, പറയാം. സോ കീപ് ഓൺ ലിസണിങ് ടു SK ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് ഹെൽത്ത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടുതൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഡയറ്റ് എന്തൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിക്കാനായിട്ട് പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് അതൊക്കെ അനുസരിച്ച് വരുമ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ കണ്ട ഒരു ടോപ്പിക്കാണ് ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞത്. അപ്പം സ്ത്രീകളായിട്ടുള്ളവർ ശ്രദ്ധിക്കണം, സ്ത്രീകളുടെ കൂടെയുള്ളവർ ശ്രദ്ധിക്കണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സോ നമ്മുടെ കൂടെ ഇക്കാര്യം പറഞ്ഞു തരാനായി ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എക്സ്പെർട്ട് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. മാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഇപ്പം മാം പറഞ്ഞു ഒരു റെഗുലർ സ്ക്രീനിങ് വേണം, ഡയറ്റ് ഫോളോ ചെയ്യണം, എക്സസൈസ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം കേട്ടു നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എപ്പോഴാണ് ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു സിംറ്റം കണ്ട് നമുക്കറിയാം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു ഇത് കാണുമ്പോഴേ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇതിന് ഇങ്ങനെയാണോ എന്നൊക്കെ ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ടെൻഷൻ മത്കരോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം എപ്പോഴാണ് ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഗൈനക് ഓങ്കോളജി എന്ന് ബേസ് ചെയ്യുമ്പോൾ? ഈ ഗൈനക് ഓങ്കോളജി നമ്മൾ പറഞ്ഞു 1-2 ഓർഗൻ സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം സിംറ്റവും നമുക്ക് അങ്ങനെ തിരിച്ച് ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പം ഗർഭാശയ മുഖ ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അബ്നോർമൽ ഡിസ്ചാർജ് ആയിരിക്കും. അപ്പം നോർമലായിട്ട് ഒരു സ്ത്രീക്ക് പീരീഡ് ആകുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് ഒരു നോർമൽ ഒരു ചെറിയ ഡിസ്ചാർജ് ഉണ്ടാവാം. അത് ഇറ്റ്സ് ഫൈൻ. ഇത് അല്ലാതെ രീതിയിലുള്ള വളരെ എല്ലാ ദിവസവുമുള്ള ഡിസ്ചാർജ്, അതുപോലെ തന്നെ ഫൗൾ സ്മെല്ലിങ്, ദുർഗന്ധമുള്ള ഒരു ഡിസ്ചാർജ്,
ഇതിങ്ങനെ കണ്ടിന്യൂസ്, അതായത് പീരീഡിന് റെസ്പെക്റ്റീവ് ഓഫ് പീരീഡിൻ്റെ ടൈം നമുക്ക് ഈ വജൈനൽ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്പോട്ടിങ്, ബ്ലീഡിങ്, അതായത് അവിടെ ഗ്രോത്ത് വന്നിരിക്കുമ്പോൾ ആ കോണ്ടാക്ട് വരുമ്പോൾ അത് അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യും. അപ്പോൾ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ വരുന്നത്. പിന്നെ ഈ പീരീഡിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പോട്ടിങ്ങുകൾ, നോർമലായിട്ട് പീരീഡ് വരുന്ന ഒരാൾക്ക് ഇടയ്ക്ക് ഉള്ള 1-2 ദിവസം ബ്ലീഡിങ്, ഇതെല്ലാം അബ്നോർമൽ സിംറ്റംസ് ആണ്. പിന്നെ നമുക്ക് യൂട്രസിനകത്ത് വരുന്ന ക്യാൻസറിന് യൂഷ്വൽ സിംറ്റം ഇപ്പം നോർമൽ സൈക്കിളായിരിക്കും അവരുടെ. അപ്പോൾ യൂഷ്വലി നമുക്ക് ഒന്നെങ്കിലും ഈ മെനോപോസ്, അതായത് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കായിരിക്കും ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ചെറിയ ബ്ലീഡിങ്, സ്പോട്ടിംഗ് ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. യൂഷ്വലി നമ്മൾ കുറച്ച് ഒരു 1-6 മാസമൊക്കെ വരെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 മാസം തുടർച്ചയായി പീരീഡ് ഇല്ലാതിരിക്കുകയും പിന്നെ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ വരികയോ ചെയ്യുവാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം. പിന്നെ മാത്രമല്ല, ആ ആർത്തവ വിരാമത്തിനോട് അടുത്ത സ്ത്രീകൾ, ഒരു 40-45 വയസ്സ് മുതലുള്ള സ്ത്രീകൾ ബ്ലീഡിങ് പാറ്റേൺ നോക്കുക. കൂടുതൽ ബ്ലീഡിങ് വരുന്നവർക്ക് സൈക്കിൾസ് റെഗുലർ ആയിരിക്കും, പക്ഷേ പീരീഡ് വരുന്ന സമയത്ത് ഭയങ്കര ക്ലോട്ടായിട്ടും ബ്ലഡ് ക്ലോട്ടായി കട്ടയായിട്ടും ഒക്കെ പോയിന്നിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഇത് പീരീഡ് നിൽക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നതായിരിക്കാം എന്ന് വിചാരിച്ചും മുന്നോട്ട് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസും നമുക്ക് നോട്ട് ചെയ്ത് ഡോക്ടറെ പോയി കാണിച്ച് യൂട്രസിനകത്തൊക്കെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് അവർ അസസ് ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് അണ്ഡാശയ ക്യാൻസറാണ്. അപ്പോൾ അണ്ഡാശയ ക്യാൻസറിൽ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്യാൻസേഴ്സൊക്കെ യൂഷ്വലി നമുക്കൊരു ഏർലി ഡയഗ്നോസിസ് പറ്റുന്ന കാര്യങ്ങളാണ്, കാരണം സിംറ്റംസ് ഉള്ളതുകൊണ്ട്. ഒവേറിയൻ ക്യാൻസറിൽ ഒരു 75% ഡയഗ്നോസ് ചെയ്യുന്നത് തന്നെ സ്റ്റേജ് 3-ലാണ്. കാരണം നമുക്കിത് വയറിനകത്തോട്ട് വളരുന്ന മുഴയാണ്. അപ്പം നമുക്കിതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല, വേദനയില്ല. ഇതിന് പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നം പോലെ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞെന്ന് തോന്നും, വയറ് കമ്പിച്ചിരിക്കുന്നത് പോലെ തോന്നും. പതുക്കെ ഈ വയറ് നിറഞ്ഞ് വയറ് വീർത്ത് വരും. അപ്പോൾ ഒരു 3 മാസം 6 മാസമൊക്കെ കൊണ്ട് നടന്നിട്ടായിരിക്കും ആളുകൾ ഒരു അൾട്രാസൗണ്ടോ എന്തെങ്കിലും എടുക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഇത് നമുക്ക് ആ പ്രൈമറി ഓർഗൻ വിട്ട് വേറെ പലയിടത്തും വ്യാപിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒവേറിയൻ ക്യാൻസറാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരെണ്ണം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമുക്ക് ഈ വിശപ്പ് കുറവും ഗ്യാസിൻ്റെ പ്രശ്നവും കുറച്ച് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു എന്നൊക്കെ തോന്നുന്ന ലക്ഷണങ്ങൾ വരുമ്പോൾ, അപ്പോൾ നമുക്ക് ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഒരു അൾട്രാസൗണ്ടോ എന്തെങ്കിലും എടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലക്ഷണങ്ങൾ. ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്. പിന്നെ ഒരു സന്ദർഭം കൂടെ പറയാം, അതായത് നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഈ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസൊക്കെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇപ്പം രോഗലക്ഷണങ്ങളൊന്നും കാണില്ല, പക്ഷേ ഈ റെഗുലർ സ്ക്രീനിങ് ചെയ്യുന്ന ആളുകളിൽ നമുക്ക് ഈ ഓവർ ക്യാൻസേഴ്സ് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ നേരത്തെ കണ്ടുപിടിക്കാം. അതിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്. അത് നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് തൊട്ട് നമ്മൾ റെഗുലർ ബേസിസിൽ, അതായത് പാപ്സ്മിയർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം കൂടുമ്പോൾ പാപ്സ്മിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ HPV ടെസ്റ്റിങ്ങും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ HPV ടെസ്റ്റിങ് ചെയ്യുന്നെങ്കിൽ നമുക്ക് 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു 65 വയസ്സ് വരെയാണ് നമുക്ക് റെഗുലർ സ്ക്രീനിങ് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീനിങ് വഴി നമുക്ക് നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ക്യാൻസർ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ OPD പ്രൊസീജിയർ വഴി, അതായത് അവിടെ മാത്രം കരിക്കുന്ന പ്രൊസീജിയറുകളുണ്ട്, അബ്ലേഷൻ, ലീപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വലിയ ചിലവ് വരത്തില്ല. മാത്രമല്ല ഒരുപാട് ദിവസം കിടക്കണ്ട, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ചെറിയ പ്രൊസീജിയർ കൊണ്ട് നമുക്ക് ഈ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ തന്നെ ഭേദമാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചില ഫാമിലിയിലായിട്ട് ചില ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരുണ്ട്. അതായത് ഫാമിലിയിൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ, അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, അതാണ് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ജനറേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അവരുടെ അച്ഛനമ്മ, സഹോദരി, സഹോദരന്മാരാണ് സെക്കൻഡ് ഡിഗ്രി ജനറേഷൻ.
അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ ഒവേറിയൻ ക്യാൻസറോ യൂട്രൈൻ ക്യാൻസറോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വിജിലൻ്റ് ആയിട്ട് സ്ക്രീനിങ് ചെയ്യണം. കാരണം ഒരു 1 to 10% നമുക്ക് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ട് ഈ ക്യാൻസേഴ്സൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ജനറ്റിക് സ്ക്രീനിങ്, ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ മ്യൂട്ടേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഓഫ് സ്ക്രീനിങ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് നേരത്തെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും. ഓക്കെ. അപ്പം ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ജനിതകമാണോ എന്നുള്ളതൊരു നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് കാര്യം പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരു സംശയം, ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഇത്തരം ക്യാൻസേഴ്സ് ഹെറിഡിറ്ററി ആണോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഉണ്ടാകുന്നതാണോ തുടങ്ങിയ സംശയം ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ ഒന്നും നമുക്കിപ്പം തോന്നിയിട്ടുണ്ട്. അപ്പം അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈനക് ഓങ്കോളജിയെ കുറിച്ചാണ്. ഗൈനക് ഓങ്കോളജി എന്താണ്, ഇതിന് കീഴിൽ വരുന്ന മറ്റ് ക്യാൻസറുകൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി അറിയേണ്ടതായിട്ടുള്ളത്, ഇത് ജനിതകമാണോ, ഹെറിഡിറ്ററി ആണോ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്നതാണോ തുടങ്ങിയ സംശയങ്ങളുണ്ട്. അപ്പം ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, എങ്ങനെയാണ് ഇത് ജനിതകമാണോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്നതാണോ? രണ്ടും ഉണ്ട്. അതായത് ഒരു മെജോറിറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടി ഫാക്ടോറിയലാണ്. അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രശ്നങ്ങൾ, ഒബീസിറ്റി ആയിരിക്കാം മേജർ കോസ്, അതുപോലെ തന്നെ HPV ഇൻഫെക്ഷൻ ആയിരിക്കാം, നമുക്ക് എക്സസ് ഹോർമോൺസ് ഉള്ളതുകൊണ്ടായിരിക്കാം, PCOD ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് മെജോറിറ്റി ഓഫ് ഇതും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു 10% താഴെ നമുക്ക് ഹെറിഡിറ്ററി ഇതും വരാം. അതായത് ഒരു നമുക്ക് അത് നമ്മൾ ഫാമിലിയിൽ ഹിസ്റ്ററി നോക്കണം. നമ്മൾ പ്രത്യേകിച്ചും ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ഇത് മൂന്നുമാണ് നമുക്ക് ഈ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അതിന് 1-2 സിൻഡ്രോമൊക്കെ ഉണ്ട്. ബ്രാക്ക മ്യൂട്ടേഷൻ വരുന്നത്, ലിഞ്ച് സിൻഡ്രോം എന്ന് പോലുള്ള അസുഖങ്ങൾ. അപ്പം ഈ അസുഖങ്ങൾക്ക് ഇപ്പം ഹെറിഡിറ്ററി എന്ന് പറയുന്നത് നമുക്കിപ്പം നമുക്ക് ഫാമിലി ഹിസ്റ്ററി അസസ് ചെയ്യുക, നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഏർലി ആയിട്ടായിരിക്കും വരുന്നത്. സാധാരണ ഒരു പോപ്പുലേഷന് കുറച്ചുകൂടെ ഓൾഡ് ഏജിലായിരിക്കും ഈ ക്യാൻസേഴ്സൊക്കെ വരുന്നതെങ്കിൽ ഫാമിലിയിൽ ക്യാൻസർ കുറച്ചും കൂടെ ഏർലി ഒരു 30 വയസ്സ് 40 വയസ്സിലൊക്കെ ആയിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ജനറ്റിക് ടെസ്റ്റിങ് ചെയ്യാം. അപ്പം ടെസ്റ്റിങ് ചെയ്ത് നമുക്കിത് കണ്ടുപിടിക്കാം, നമുക്ക് മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ, അതായത് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് നേരത്തെ തന്നെ ഒരു 25 വയസ്സ് തൊട്ട് നമുക്ക് അതിൻ്റെ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ട്യൂബും ഓവറിയും കൂടെ നമ്മൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്യാറുണ്ട് ഈ മ്യൂട്ടേഷൻ പോസിറ്റീവ് ആയവർക്കൊക്കെ. അതായത് എന്ത് വിധേനയും നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ സിൻഡ്രോം ഉള്ളവർക്ക് ഒരു 65% മുകളിൽ സാധ്യതയുണ്ട് ഈ ഒവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ വരാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി ഒരു മേജർ റിസ്ക് ആണ് HPV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓങ്കോജീനാണ് നമ്മുടെ HPV എന്ന് പറയുന്നത്. കാരണം ഈ സർവൈക്കൽ ക്യാൻസർ എടുക്കുവാണെങ്കിലും, യോനിമുഖ വജൈനൽ ക്യാൻസർ എടുക്കുവാണെങ്കിലും, വൾവൽ ക്യാൻസർ എടുക്കുവാണെങ്കിലും അതിനകത്തൊരു 75% മുകളിലും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അസോസിയേറ്റഡ് ആയിട്ടാണ് ഈ ക്യാൻസേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് മാത്രമല്ല HPV ബാക്കിയുള്ള, അതായത് മെയിൽസിൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ സർഫസിൽ കാണുന്ന ഒരു വൈറസാണ് ഈ HPV എന്ന് പറയുന്നത്. ഈ ചെറിയ പാലുണ്ണി, അരുമ്പാറയൊക്കെ സ്കിന്നിൽ വരില്ല. അപ്പോൾ ഇതെല്ലാം ഈ പാപ്പിലോമ വൈറസാണ് ഉണ്ടാക്കുന്നത്. അത് 2 തരമുണ്ട്. ഒന്ന് ക്യാൻസർ ഉണ്ടാക്കുന്നതും ക്യാൻസർ ഉണ്ടാക്കാത്തതും. ഇപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാത്തതാണ് ഈ അരുമ്പാറ ഒക്കെ ഉണ്ടാക്കുന്നത്. ക്യാൻസർ ജനിക്, അതായത് ഓങ്കോജനിക് ആയിട്ടുള്ള HPV ആണ് നമുക്ക് ബാക്കി വായിക്കാത്ത ക്യാൻസർ, ഓറൽ ക്യാൻസേഴ്സ് വരുത്തുന്നുണ്ട്.
അതുപോലെ ഓറിഫൈസസിലുള്ള, അതായത് ഏനൽ, അതായത് മലദ്വാരത്തിൻ്റെ അവിടെ വരുന്ന ക്യാൻസേഴ്സ്, പുരുഷന്മാരിലാണെങ്കിൽ പെനിസിൽ വരുന്ന ക്യാൻസേഴ്സ്, അതുപോലെ ഈ യോനിമുഖ ക്യാൻസർ, ഗർഭാശയമുഖ ക്യാൻസർ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെയിൻ പത്തോജനാണ് HPV എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡിയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് HPV വാക്സിനെ കുറിച്ചാണ്. അപ്പം എന്താണിത്, എങ്ങനെയൊക്കെയാണിത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനായിട്ട് മാം റെഡിയാണ്. അപ്പോൾ എന്തായാലും മാം റെഡി അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം പാട്ടുകൾക്ക് ശേഷം കേൾക്കാം അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈനക് ഓങ്കോളജിയെ കുറിച്ചാണ്. ഈ ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഒന്നായിരുന്നു HPV വാക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ പ്രതിരോധിക്കാനായിട്ട്, അല്ലെങ്കിൽ ഗൈനക് ഓങ്കോളജിയുടെ കീഴിൽ വരുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു വാക്സിനാണ്. എന്താണ്, എങ്ങനെയാണ്, കൂടുതൽ വിശദീകരിക്കാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എക്സ്പേർട്ട് അനുവിൻ ജോസഫ്. യെസ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, എന്താണ് HPV വാക്സിൻ? HPV നമുക്ക് വാക്സിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടില്ലേ, കോവിഡ് വാക്സിനും ഇതെല്ലാം. അപ്പോൾ അതുപോലെ തന്നെ ഈ HPV എന്ന് പറയുന്ന ഒരു വൈറസാണ്. അപ്പോൾ ആ വൈറസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് HPV വാക്സിൻ. ഇത് ഐഡിയലി നമുക്കൊരു വൈറസ് ഇൻഫെക്ഷൻ വാക്സിന് ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് എടുക്കണം. അതായത് നമുക്ക് ഈ സെക്ഷൽ എക്സ്പോഷർ വഴിയാണ് HPV വൈറസ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ആ സെക്ഷൽ ആക്ടിവിറ്റിക്ക് മുമ്പാണ് ഐഡിയലി നമുക്ക് ഈ HPV വാക്സിനേഷൻ എടുക്കേണ്ടത്. അത് നമുക്ക് പ്രൈമറി പ്രിവെൻഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പം നമ്മൾ ഈ WHO ഒരു പുതിയ സെർവിക്കൽ ക്യാൻസർ എലിമിനേഷൻ ഒരു ഗ്ലോബൽ സ്ട്രാറ്റജി അവർ 2020 അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് 2030 ആകുമ്പോഴത്തേനും നമുക്ക് സെർവിക്കൽ ക്യാൻസർ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതിനകത്ത് 3 പോയിൻറ്റ്സ് ആണ് അവർ പറയുന്നത്. ഒന്ന്, ഈ HPV വാക്സിനേഷൻ 90% 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ വാക്സിനേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് സ്ക്രീനിങ് അതായത് സ്ക്രീനിങ് വളരെ ആഭിമുഖ്യത്തോടെ നടത്തുക എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നത് ഈ പ്രീ ക്യാൻസറസ് സ്റ്റേജ് കണ്ടുപിടിച്ചതിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പോയിൻ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നമുക്ക് സെർവിക്കൽ ക്യാൻസർ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് WHO കണക്കാക്കുന്നത്. അപ്പോൾ ഈ HPV വാക്സിനേഷനാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം നമുക്കിതൊരു ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കുള്ള വാക്സിൻ ഉള്ളത്, അതായത് ഇപ്പം 2 വാക്സിൻ ആണുള്ളത്. ഒന്ന് MSD, അതായത് ഒരു US ബേസ്ഡ് വാക്സിനാണ്, ഗാർഡാസിൽ എന്ന് പറയും. അതിന് 2 വാക്സിനുണ്ട്. ഒന്ന് 4 സ്ട്രെയിനെ കവർ ചെയ്യുന്നതും ഗാർഡാസിൽ 4 എന്ന് പറയുന്നതും, പിന്നെ 9 സ്ട്രെയിനെ കവർ ചെയ്യുന്ന ഗാർഡാസിൽ 9 എന്ന് പറയുന്നതും. അപ്പം ഈ 2 വാക്സിനാണ് 2006 തൊട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു വാക്സിനാണ്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ഇന്ത്യൻ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വാക്സിന് സെർവാവാക് എന്ന് പറയുന്ന വാക്സിനും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ നമ്മൾ എടുക്കുന്നത് 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 2 ഡോസ് വാക്സിനും 15 തൊട്ട് 26 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 3 ഡോസ് വാക്സിനുമാണ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡഡ് ഡോസ്. അപ്പോൾ ഇത് ഐഡിയലി ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഇത് എടുക്കേണ്ടത്. അപ്പം ഗാർഡാസിലുകാർ പറയുന്ന 45 വയസ്സ് വരെ അവർക്ക് ലൈസൻസ്ഡ് ആണ് ഈ വാക്സിൻ. പക്ഷെ നമുക്കറിയില്ല വൺസ് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് എടുത്തത് കൊണ്ട് എത്രത്തോളം പ്രയോജനം കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പ്രൈമറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 99-95 അങ്ങനെയാണ് അതിൻ്റെ പറയുന്നത്, എഫിക്കസി പറയുന്നത്. 90%, 90-95% എഫിക്കസി ഉള്ള ഒരു വാക്സിനാണ് ഈ വാക്സിൻ. പിന്നെ ഈ വാക്സിനെ കുറിച്ച് ഉള്ള ഒരു സംശയമാണ്, ഇത് ഫീമെയിൽസിന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. കാരണം നമ്മൾ പറഞ്ഞു HPV വാക്സിൻ നമുക്ക് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, പുരുഷന്മാരിൽ പെനിസിൻ ക്യാൻസർ, പിന്നെ മലദ്വാര ക്യാൻസർ, ഇതെല്ലാം ഉണ്ടാക്കുന്നതിൽ പ്രധാനിയാണ്. അപ്പം എല്ലാം വേൾഡ് വൈഡ് നമുക്ക് മെയിൽസ് ഫീമെയിൽസ് ഡിഫറൻസ് ഇല്ലാതെ ഈ വാക്സിൻ എടുക്കാം എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം ഇപ്പം മാം പറഞ്ഞു എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഫീമെയിൽസിന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ് ഏതൊരു വാക്സിനെ കുറിച്ചും ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ HPV വാക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ മാം? അതായത് നമുക്കിപ്പം അവൈലബിൾ ഡേറ്റ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം 2006 തൊട്ടുള്ള ഡേറ്റയുണ്ട് നമുക്ക് ഈ ഗാർഡാസിൽ വാക്സിനെ കുറിച്ച്. അപ്പം അത്രത്തോളം ഒരു എന്താ പറയുക, 3 ഇയേഴ്സ് ആയിട്ടുള്ളൊരു ഡേറ്റ വെച്ചിട്ട് ഒരു ഭയങ്കര സീരിയസ് കോംപ്ലിക്കേഷൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ഒരു അങ്ങനെ കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇതിന് ഫെർട്ടിലിറ്റിയെ ബാധിക്കും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രചാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റഡികളിലൊന്നും അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി ഇഷ്യൂസും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ്, അതായത് നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈറ്റിലുള്ള വേദന, ഒരു ദിവസത്തെ ഒരു മേല് വേദന, പനി, ഈ TT ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന പോലുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു സീരിയസ് കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ലോങ് ടേം സൈഡ് എഫക്ട്സോ ഒന്നും ഇതുവരെയുള്ള സ്റ്റഡികളിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം 100% നമുക്ക് വിശ്വസിക്കാം. അതെ. ഓക്കെ, അപ്പം HPV വാക്സിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതിനു മുന്നേ ഇത് എടുക്കേണ്ട സാഹചര്യമായിട്ടുള്ള ഗൈനക് ഓങ്കോളജിയെ കുറിച്ച് കേട്ടു. അതിന് കീഴിൽ വരുന്ന മറ്റ് ക്യാൻസറുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. പക്ഷേ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും സ്ത്രീകളിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ നമുക്കൊരു ഭീതിജനകമായിട്ട് പലരുടെയും ഉള്ളിൽ ഉള്ളൊരു കാര്യമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ളത് ഒരു ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റാണ്. അപ്പം മാമിനോട് തന്നെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച്. അപ്പം പാട്ടുകൾക്ക് ശേഷം അതിനെക്കുറിച്ചും കേൾക്കാം, അറിയാം. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു N. ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്റേര ഹോസ്പിറ്റൽ, തിലകം. നമ്മൾ ഗൈനക് ഓങ്കോളജി കുറിച്ച് കേട്ടു, അതിന് കീഴിൽ വരുന്ന ക്യാൻസർ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടു. പക്ഷേ സ്ത്രീകളിലെ ക്യാൻസർ എന്ന് പറയുമ്പം എല്ലാവരും ഇത് ഇപ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ക്യാൻസർ ഉണ്ട് എന്നുള്ള ഒട്ടുമിക്ക ആളുകളിലേക്കും എത്തുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുള്ള ഒന്ന് ഈ ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പം നമുക്കറിയാം ഒക്ടോബർ മാസം എന്ന് പറഞ്ഞത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് തന്നെയാണ്. അപ്പം ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്? സ്ത്രീകളുടെ എല്ലാ ക്യാൻസേഴ്സ് എടുത്താലും ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഫസ്റ്റ് കോമണസ്റ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അത് വേൾഡ് വൈഡ് അങ്ങനെയാണ്. വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും നമ്പർ 1 ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു മൾട്ടി ഫാക്ടോറിയലാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാരണം നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. ഒരു 10% താഴെ ഉള്ളത് ജനറ്റിക് കമ്പോണൻറ്റ് കാണും, നമുക്ക് ഫാമിലിയിലായിട്ട് കിട്ടുന്നതായിരിക്കാം. പക്ഷേ 90% നമുക്ക് മറ്റു പല കാരണങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും. പ്രത്യേകിച്ചും പഴയ കാലത്ത് നമുക്കറിയാം ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ പക്ഷെ നമുക്ക് നമ്പർ ഓഫ് ചൈൽഡ് ബർത്ത് കുറഞ്ഞു, ബ്രസ്റ്റ് ഫീഡിങ് ഇത് കുറഞ്ഞു. നമുക്ക് മിക്കവാറും മദേഴ്സൊക്കെ വർക്കിംഗ് ആണ്. അപ്പം ഒരു 6 months പോലും ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്നും ആർക്കും കിട്ടുന്നില്ല. അപ്പം ഈ ബ്രസ്റ്റ് നമുക്ക് ആ ഉണ്ടായ ഒരു ചേഞ്ചസ് കൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, നമ്മൾ ഒബീസിറ്റി സൊസൈറ്റിയിൽ മൊത്തമായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പം ഇങ്ങനെ വരുന്ന ചേഞ്ചസ് കൊണ്ടായിരിക്കാം ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് ചില റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ആൽക്കഹോൾ കൺസംഷൻ ഒരു കോസായിട്ടാണ് പറയുന്നത്. പിന്നെ ഏജിങ് പോപ്പുലേഷൻ, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൂടി മൊത്തം സൊസൈറ്റി എടുക്കുമ്പോൾ. അപ്പം അതുപോലെ തന്നെ ആ ഓൾഡ് ഏജ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സും അങ്ങനെയും കൂടാം. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കൂടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിങ് കുറച്ചും കൂടെ പണ്ടത്തേക്കാളും കൂടുതലായിട്ടുണ്ട്. ഡയഗ്നോസ് ചെയ്യുന്ന കേസുകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടും ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നമ്പർ ഓഫ് കേസസ് കൂടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇത്രയും ഈ മെയിൻ റീസൺസ് എനിക്ക് തോന്നുന്നത് ഒബീസിറ്റി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ നമുക്ക് വന്നിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹിസ്റ്ററി, അതായത് നമ്പർ ഓഫ് ചൈൽഡ് ബർത്ത് കുറഞ്ഞതും ബ്രസ്റ്റ് ഫീഡിങ് കുറഞ്ഞതും ഒക്കെ ആയിരിക്കാം പ്രധാനമായ കാരണങ്ങൾ. പിന്നെ ഒരു ചെറിയ ശതമാനം ബാക്കി ഹെറിഡിറ്ററി റിസ്ക്കും ആൽക്കഹോൾ കൺസംഷനും ഒക്കെ ആയിട്ട്
ആയിരിക്കാം. ഓക്കെ, അപ്പം ഏതൊരു അസുഖത്തിനും ഒരു പ്രതിവിധിയുണ്ട്. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ നമുക്കറിയാം, ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം അതിൻ്റെ പ്രതിവിധി എന്നുള്ളതിനേക്കാളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാം ഒരാൾ ചെയ്യേണ്ടത്? നമ്മൾ സർവൈക്കൽ ക്യാൻസർ ഒരു വാക്ക് പറഞ്ഞു, പ്രിവെൻറ്റബിൾ ആണെന്ന്, അതായത് നമുക്ക് ഇത് വരാതിരിക്കാൻ പറ്റും എന്നുള്ളത്. ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെയല്ല. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇത് നമുക്ക് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നേരത്തെ ഇനീഷ്യൽ ഒരു സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായ സ്ക്രീനിങ് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ അപ്പം ഒരു പക്ഷേ അതിന് സർജറി മാത്രം മതിയായിരിക്കും ആ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസാണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു 40 വയസ്സിന് ശേഷം ഒരു 2 വർഷമെങ്കിലും കൂടുമ്പോൾ മാമോഗ്രഫി ചെയ്തുകൊണ്ടിരിക്കുക. മാമോഗ്രഫിയിൽ നമുക്ക് ചെറിയ തുടക്കം തൊട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. 75 വയസ്സ് വരെയാണ് നമ്മൾ സ്ക്രീനിങ് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അത് നമ്മൾ ഓരോ സ്ത്രീകളെയും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യേണ്ട ഒരു ടെക്നിക്കുണ്ട്. നമുക്കത് നമുക്ക് ഒരു എല്ലാ മാസവും സ്വന്തമായിട്ട് ബ്രസ്റ്റ് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിനൊരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ മിററിൽ നോക്കി ഒന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കുകയും പിന്നെ പാൽപേറ്റ് ചെയ്ത്, അതായത് നമുക്ക് കൈകൊണ്ട് തൊട്ട് മുഴയുണ്ടോ നോക്കുക എന്നുള്ള അത് സ്റ്റെപ്പ് വൈസ് ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ അത് പീരീഡ് ഉള്ള ആളുകളാണെങ്കിൽ പീരീഡ് കഴിഞ്ഞ ഒരു 5-ാം ദിവസം 6-ാം ദിവസമാണിത് എല്ലാ മാസവും ചെയ്യണം. പീരീഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ, ഇപ്പം വിരാമം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും മാസം ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം എല്ലാ മാസവും നോക്കുക. അപ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു മുഴയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരുന്നുണ്ടെന്നുള്ളത്. കാരണം മിക്കവാറും ബ്രസ്റ്റ് ക്യാൻസേഴ്സൊക്കെ വേദനയില്ലാത്ത മുഴകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കുകയും ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല യൂഷ്വലി ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോൾ വേദനയില്ലാത്തത് ശ്രദ്ധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു എക്സാമിനേഷനോടുകൂടി കുറച്ചും കൂടെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ മാമോഗ്രഫിയുമാണ് ഇത് നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ. ഓക്കെ, അപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് എങ്ങനെയൊക്കെ, ഇപ്പം മാം പറഞ്ഞുള്ളത് പ്രിവെൻറ്റബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് നേരത്തെ ഇതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ല, അപ്പം നമുക്ക് ഓരോരുത്തർക്കും അത് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പിക്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ ശീലിക്കുക എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടേയിരുന്നത് ഗൈനക് ഓങ്കോളജിയെ കുറിച്ചാണ്. അതിന് കീഴിൽ വരുന്ന മറ്റ് ക്യാൻസറുകൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ പറഞ്ഞ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് എത്തി. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് ഡോക്ടർ അനു N. ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്റേര ഹോസ്പിറ്റൽ, തിലകം. നാം ഈ ഒരു ഗൈനക് ഓങ്കോളജിയെ കുറിച്ച് ആളുകൾ കേട്ടു. ഇപ്പം ചെറുതായിട്ടൊരു പേടി എല്ലാവരിലും എത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ പേടി വേണ്ട. കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് മാമിന് എന്താണ് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? പറയാനുള്ളത് ഇത്രയാണ്. അതായത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ക്യാൻസർ, സർവൈക്കൽ ക്യാൻസറിൻ്റെ പ്രിവെൻഷനാണ് HPV വാക്സിനേഷൻ എടുക്കുക. അതുപോലെ തന്നെ സ്ക്രീനിങ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഒരു പ്രശ്നം, അവർ ഒരു അസുഖം വന്നവർക്ക് വയ്യാതാകുമ്പോഴേ അവർ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. ചെറിയ സിംറ്റംസിനൊന്നും ഹോസ്പിറ്റലിൽ പോകത്തില്ല. പ്രത്യേകിച്ച് സ്ക്രീനിങ്ങിനൊന്നും നമുക്കൊരു ഫ്രീ സ്ക്രീനിങ് ഒക്കെ വെച്ചാൽ പോലും ഇവർ വരത്തില്ല, കാരണം അവർക്ക് ടൈമില്ല. അപ്പം ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു സ്ക്രീനിങ്, അത് 3 വർഷമാകട്ടെ 5 വർഷം കൂടുമ്പോഴാകട്ടെ ഒരു സർവൈക്കൽ സ്ക്രീനിങ് നടത്തുക. പിന്നെ HPV വാക്സിനേഷൻ കുട്ടികൾക്ക് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. പിന്നെ രണ്ടാമത്തേത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ചെറിയ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നം,
ഒവേറിയൻ ക്യാൻസറാണ് മെയിനായിട്ടും ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതൊരു 2 ആഴ്ചയിൽ കൂടുതലുള്ള പ്രശ്നമാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ എടുത്ത് നോക്കുന്നതിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് അബ്നോർമൽ ബ്ലീഡിങ് വന്നാലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിസ്ചാർജ്, ഇതൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കാം, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളായിരിക്കാം. പക്ഷെ അതൊരു പരിധി വിടുന്നത് വരെ കാത്തു നിൽക്കാതെ നമുക്കൊരു അബ്നോർമലായിട്ട് തോന്നുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് അറ്റ്ലീസ്റ്റ് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഗൈനക് ക്യാൻസേഴ്സ് മിക്കവാറും എല്ലാം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന അസുഖങ്ങളാണ്. കാരണം സെർവൈക്കൽ ക്യാൻസർ ആവട്ടെ, ഒവേറിയൻ ക്യാൻസർ ആവട്ടെ, യൂട്രൈൻ ക്യാൻസർ ആവട്ടെ, നമുക്ക് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നേരത്തെ സ്റ്റേജ് 1 നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഏർലി ഡയഗ്നോസിസും പ്രിവെൻഷനും ഇത് രണ്ടുമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഗൈനക്കോങ്കോളജിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഫ്രീ ക്യാമ്പുകളും നടത്തുന്നുണ്ട്, പുറത്തും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റേരയിലും എല്ലാ മൺഡേയും ഫ്രീ ആയിട്ട് ഗൈനക്കോങ്കോളജിയുടെ സ്ക്രീനിങ് ക്യാമ്പുകൾ വയ്ക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചാൽ പോലും ആളുകൾ എന്താ പറയുക കുറവാണ് വരുന്നത്. ഒന്ന് ചിലപ്പോൾ അവയർനെസ് കുറവായിരിക്കാം, 2 അവർക്ക് സമയമില്ലാത്തതായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം മാം പറഞ്ഞ് അവസാനിപ്പിച്ചുള്ള ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രിവെൻഷൻ. അപ്പം ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഗൈനക്കോങ്കോളജിയെ കുറിച്ച്, അതുപോലെ തന്നെ അതിന് കീഴിൽ വരുന്ന മറ്റ് ക്യാൻസറിനെ കുറിച്ചൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറഞ്ഞത് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ്. ആൻഡ് മാമിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗൈനക്കോളജിക് ഓങ്കോളജിസ്റ്റ് ആണ് മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പം അവസാനിപ്പിച്ചുള്ള സ്ക്രീനിങ്, അതുപോലെ തന്നെ പ്രിവെൻഷന്, ഏർലി ഡയഗ്നോസിസ്. മാം പറഞ്ഞൊരു കാര്യം, ചില ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു, സ്ത്രീകൾക്ക് സമയമില്ല. ഇത്ര ഫ്രീ സ്കാനിങ് വെച്ചാൽ പോലും നമുക്ക് സമയമില്ല. അപ്പം നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷൻ്റെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. മാം, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് ഈസ് RJ Jo signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6